കൃപകളോടെ പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതും കൃപകളോടെ ഇന്നലെയും ഇന്നും എന്നും മാറാ യേശുവേ നാം പാടി പുകഴ്ത്താം ഇന്നലെയും ഇന്നും എന്നും മാറാ യേശുവേ നാം പാടി പുകഴ്ത്താം യേശുവിന്റെ നാമമേ എന്നാത്മാവിൻ ഗീതമേ. So today's message for the church is glory carriers. And Jesus said, if you believe, you will see the glory of God. യേശു അവരോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. In the first phase, they saw the glory of God and then they believed. ആദ്യമായി ദൈവത്തിന്റെ മഹത്വം കണ്ടത് ശേഷമാകുന്നു അവർ വിശ്വസിച്ചത്. And then when we move to the second phase, you first believe and then see the glory of God. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ആദ്യം നമ്മൾ വിശ്വസിക്കുന്നു, എങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മഹത്വം കാണും. This is how grow in faith. ഇങ്ങനെയാകുന്നു നമ്മൾ വിശ്വാസത്തിൽ വളരുന്നത്. Let's move fast to the phase 3. വേഗമായി മൂന്നാമത്തെ ഭാഗത്തേക്ക് കടന്നു പോകാം. You should bring glory to God by your works. So with everything that we are and with everything that we do, we need to bring glory to God. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ദൈവനാമത്തിന് മഹത്വം കൊണ്ടുവരുന്നവരായിരിക്കണം. The word says that God has given us all that we need. വചനം പറയുന്നു, നമ്മൾക്ക് ആവശ്യമായതുള്ളതെല്ലാം ദൈവം നമ്മൾക്ക് നൽകി തന്നിരിക്കുന്നു. We are a people of no lack, but rather by the grace of God. എന്നാൽ അത് ദൈവത്തിന്റെ കൃപ മൂലമാകുന്നു. Through his sacrifice and resurrection, we get to live a life of holiness with God. അത് മുഖാന്തരമാകുന്നു നമ്മൾ ദൈവത്തോട് വിശുദ്ധിയോടുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയുന്നത്. We cannot do this on our own. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നമ്മൾക്ക് ഇത് ചെയ്യാൻ സാധ്യമല്ല. None of our actions or behaviors can get us to this life. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾക്ക് ആ ജീവിതത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ കഴിയുകയില്ല. Rather, it is through the grace of Jesus that gives us this great ability. ഈ കഴിവ് നമ്മൾക്ക് ലഭിക്കുന്നത് യേശുവിൽ കൂടെയുള്ള കൃപ മുഖാന്തരം മാത്രമാകുന്നു. പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ കഴിഞ്ഞതിനെ മാറ്റാൻ കഴിയില്ല. The prayer cannot change what is over. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ മാറ്റുവാൻ കഴിയും. But it can change your future. പ്രാർത്ഥിക്കുന്ന കുടുംബം ഉയരുന്ന കുടുംബമാണ്. A praying family will be raised up. പ്രാർത്ഥിക്കുന്ന വ്യക്തി ഉയരുന്ന വ്യക്തിയാണ്. A person who prays will be raised up. ഹല്ലേലൂയ. ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആ കരത്തിൽ നിന്ന് വേർതിരിക്കുവാൻ ആർക്കും കഴിയത്തില്ല. Nobody can pluck you out of the hand of God. പഴയകാല ഓർമ്മകളിൽ പലവിധമായ വേദനകൾ നമുക്ക് കണ്ടേക്കാം. We may have many painful memories in our previous life. എന്നാൽ ആ വേദനകൾക്ക് നിങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുകയില്ല. But don't let those painful memories control you. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ As we pray, ദൈവം നമ്മുടെ ഭാവിയെ നിയന്ത്രിക്കുവാൻ തുടങ്ങും. as we pray, God starts to control our future. നമ്മുടെ ഭൂതകാലം Our past, നമ്മുടെ ഭാവിയെ നിയന്ത്രിക്കുകയില്ല. our past will not control our future. നമ്മുടെ ദൈവം നിങ്ങളുടെ ഭാവിയെ നിയന്ത്രിക്കുവാൻ ഇടയാകും. God will start to control your future.